Hallelujah. Stotram, 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 stotram. Hallelujah. Deivathinu mahatham, Deivathinu mahatham. Karthavinu stotram, Deivathinu stotram. Hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, ഹൃദയത്തോടെ സ്തുതിക്കുന്നു. നാഥോട് ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിൻ്റെ നാമത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, 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 ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കർത്താവിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. Hallelujah, praise the Lord, 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 praise the Lord. Hallelujah, hallelujah, hallelujah. കർത്താവിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. Hallelujah, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. കർത്താവേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. Hallelujah, praise the Lord, 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 praise the Lord. Hallelujah, 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 hallelujah. ദൈവത്തിന് praise the Lord, praise the Lord. Hallelujah, സ്തോത്രം, 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 സ്തോത്രം. Hallelujah, praise the Lord. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ വായിച്ചു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ ഫേസ്ബുക്ക് പേജിൽ ആമേൻ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ ആമേൻ സ്തോത്രം അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ അഡ്മിൻസിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ലൈവിൽ കിടന്നു വന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇപ്പോൾ കാണുന്നവർക്കും തുടർന്ന് അടുത്ത സമയങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ കാണുന്ന എല്ലാ സ്നേഹിതർക്കും, എല്ലാ ആമേൻ സ്തോത്രം കർത്താവിൻ്റെ ദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ സ്തോത്രം. സർവ്വകൃപാലുവായിരിക്കും ദൈവം ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ സ്തോത്രം, ആമേൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ നമ്മെ ഇത്രത്തോളം സഹായിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ രാത്രിയിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വലിയവനായിരിക്കും ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം ഈ രാത്രി നമ്മളോട് കൂടെ ഉണ്ടല്ലോ. പ്രത്യേക ആമേൻ സ്തോത്രം പ്രകൃതിയുടേതായിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. പകല് മുഴുവൻ മഴയായിരുന്നു. സന്ധ്യയെങ്കിൽ മഴയുടെ പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും ആമേൻ സ്തോത്രം ഈ സമയം ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി രാത്രി വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയവനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം കൂടെ ആമേൻ സ്തോത്രം ആയുസ്സും ആരോഗ്യം തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. മുഖവരകൾ കൂടാതെ ആമേൻ സ്തോത്രം ഞാൻ ഒരു വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വലിയവനായിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 16-ാമത്തെ വാക്യം ആമേൻ സ്തോത്രം ഹല്ലേലൂയ വായിക്കുന്നു. 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഒരു പ്രാവശ്യം വായിച്ചാണ് ശബ്ദത്തിൽ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ.
പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. നമ്മളായിരിക്കുന്നിടങ്ങളിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യട്ടെ. ഈ രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, വിശ്വസനായിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് ഈ രാത്രിയുടെ യാമത്ത് ഞങ്ങൾ അടുത്ത് വരികയാണ്. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ ഗ്രൂപ്പിനകത്ത് ഇന്ന് രാത്രിയിൽ ദൈവവചനം സംസാരിപ്പാൻ ഏഴയായിരിക്കുന്ന അടിയന് ദൈവം തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനുകളെയും അഡ്മിൻസിനെയും കർത്താവെ മുഴുവൻ അംഗങ്ങളെയും കർത്താവ് ലൈവ് കാണുന്ന വിവിധമായിരിക്കുന്ന ഗ്രൂപ്പുകളിലൂടെ കടന്നുപോയി കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, വേദനപ്പെട്ടിരിക്കുന്ന നിരാശയുടെ അനുഭവങ്ങളായിരിക്കുന്നവരുണ്ട്. അവരെ കർത്താവെ ലൈവ് കാണുമ്പോൾ അവർക്ക് പ്രത്യാശ ഉണ്ടാകുവാൻ അവരുടെ വിഷയങ്ങളിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കണമേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. എല്ലാവർക്കും സ്തോത്രങ്ങളിൽ സമാധാനത്തിൻ്റെ സന്ദേശമായ സത്യസുവിശേഷം ഈ രാത്രിയിൽ അവരുടെ ഹൃദയങ്ങളിൽ അനുഗ്രഹമായി തിരഞ്ഞു പിടിയാക്കണം. മഹത്വം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. വലിയവനായ കർത്താവ് നമ്മെ സഹായിക്കും അനുഗ്രഹിക്കും ചെയ്യട്ടെ. ഈ രാത്രിയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വായിച്ച വാക്യം എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന വാക്യമാണ്. ഹല്ലേലൂയ. നാം എല്ലാവരും സ്തോത്രം മുന്നറിയിപ്പുകളെ കുറിച്ച് നമുക്കറിവുള്ളവരാണ്. മുന്നറിയിപ്പുകളെക്കുറിച്ച് കാരണം പല മുന്നറിയിപ്പുകളും നമ്മൾ സ്തോത്രം അവഗണിച്ചതിൻ്റെ തിക്താനുഭവങ്ങൾ പിന്നീട് നമുക്ക് ആ അറിയിപ്പുകളെ അല്ലെങ്കിൽ ആ മുന്നറിയിപ്പുകളെ സ്തോത്രം ഏറ്റവും സ്വീകാര്യമായി നമ്മൾ ഉൾക്കൊള്ളുന്നത് കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ടു. ഇന്നും നമ്മുടെ പല പ്രിയ സഹോദരങ്ങളും സ്നേഹിതർ സുഹൃത്തുക്കളായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും അതിൽ നിന്ന് കരയേറിയിട്ടില്ല. സ്തോത്രം വലിയ ഉരുൾപൊട്ടൽ നിമിത്തം, മലവെള്ളപ്പാച്ചിൽ നിമിത്തം അനേക പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങൾ സ്തോത്രം നഷ്ടപ്പെടുകയും പലരും ആശയറ്റവരായി അവരുടെ ആയുസ്സിൻ്റെ മുഴുവൻ സംവത്സരവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ നന്മകൾ നിർനിമിഷത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കാണുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെയുള്ള പല പ്രിയപ്പെട്ടവരും വേദനപ്പെട്ടിരിക്കുകയാണ്. ഭവനത്തിൽ വിശ്രമിക്കാൻ കഴിയാതെ ബന്ധുവീടുകളിലും മറ്റ് ക്യാമ്പുകളിലുമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരുടെ സാഹചര്യങ്ങൾക്കും എല്ലാം മാറ്റം വരുത്തട്ടെ. ദൈവികമായിരിക്കുന്ന വിടുതലുകൾ അവരനുഭവിപ്പാൻ ഇവിടെയാക്കട്ടെ. കർത്താവ് അവരെല്ലാം അനുഗ്രഹിക്കട്ടെ. നോക്കണം. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുണ്ടക്കയത്തുള്ള അവിടുന്ന് ഹൈറേഞ്ചിലേക്കുള്ള മുഴുവൻ റോഡുകളും അടയ്ക്കുവാനിടയായി. അവിടെ അറിയിപ്പുകൾ കൊടുത്തു. വാഹനങ്ങൾ സ്തോത്രം അല്ലെങ്കിൽ കടത്തി വിടുകയില്ല എന്നുള്ളതിന് അറിയിപ്പുകൾ കൊടുത്തു. അതിനെ അവഗണിച്ച് ആരും പോയില്ല. കാരണം ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നാം കണ്ടത് സ്തോത്രം അനേക സ്ഥലങ്ങളിൽ സ്തോത്രം മലയിടിച്ചിലുണ്ടായിട്ട് മണ്ണിടിഞ്ഞ് പലരും സ്തോത്രം നഷ്ടപ്പെടുകയുണ്ടായി. പല കുടുംബങ്ങൾ വിലാപ ഭവനങ്ങളായി തീർന്നു. പ്രതീക്ഷയോടെ സന്ധ്യായാമത്തിലേക്ക് പ്രതീക്ഷയോടെ കയറി വന്നവർ നിരാലംബരായി ദുഃഖിതരായി തീരുന്ന അവസ്ഥകൾ കണ്ട് നമ്മളും സ്തോത്രം നമ്മുടെ കണ്ണുകളും നിറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. മനസാക്ഷി മരവിക്കാത്ത ഏത് മനുഷ്യൻ്റെയും കണ്ണുകൾ നിറയുന്നതായിരുന്നു. ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും മലവെള്ളം സ്തോത്രം കുത്തിയൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലൂടെ അവർ സ്തോത്രം നഷ്ടപ്പെടുകയുണ്ടായി. ചേതനയേറ്റ ശരീരം സ്തോത്രം ഭൗതിക ശരീരത്തെ അടക്കം ചെയ്യുവാൻ സ്തോത്രം പള്ളിയങ്കണത്തും അവരുടെ ഭവനത്തിലും കൊണ്ടുവന്നപ്പോൾ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുവച്ച് ഭൗതിക ശരീരത്തിനെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അനേകം മുഖങ്ങൾ ദുഃഖം തളം കെട്ടി നിൽക്കുന്നതും അത് കണ്ട ഓരോ കേരളക്കരയിലെ മനുഷ്യരുടെയും മനസ്സ് വളരെ വേദനിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, പല സ്തോത്രം മുന്നറിയിപ്പുകൾ അവഗണിച്ചതിൻ്റെ പരിണിത ഫലങ്ങൾ ഈ മഴക്കാലത്ത് നമ്മൾ അറിയിപ്പുകൾ അവഗണിച്ചത് പലരും അനുഭവത്തിൽ അറിയുവാനുണ്ടായി. സ്തോത്രം. പറഞ്ഞതിൻ്റെ താല്പര്യം വേദപുസ്തകത്തിൽ ഉടനീളമായി അനേക മുന്നറിയിപ്പുകളുണ്ട്. സ്തോത്രം വേഗത്തിൽ ചെയ്തെടുക്കേണ്ടതും സ്തോത്രം എന്നാൽ സ്തോത്രം ജീവിതത്തിൽ പ്രാവർത്തികമായി വെളിപ്പെടുത്തേണ്ടതുമായ മുന്നറിയിപ്പുകളെ തിരുവചനത്തിൽ വായിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സ്തോത്രം വിശുദ്ധ പുസ്തകത്തിൻ്റെ സ്തോത്രം അങ്ങോളം ഇങ്ങോളം നാം കാണുന്ന കാര്യങ്ങൾ അനേക സ്തോത്രം മുന്നറിയിപ്പുകൾ അവഗണിച്ച് പോയവരുടെ പ്രയാസഘട്ടത്തിലൂടെ അവർ കടന്നു പോകുന്നത് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ. ദൈവവചനത്തിൽ സ്തോത്രം ആരൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കാൻ തയ്യാറായോ അവരെയൊക്കെയും സ്തോത്രം രക്ഷയുടെ അനുഭവത്തിൽ കാവലായി സങ്കേതമായി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി നിൽക്കുന്നത് കാണുവാൻ സാധിക്കുന്നു.
ഈ രാത്രിയിൽ ഞാൻ വായിച്ച വാക്യം, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കാൻ തത്രപ്പെട്ട് ഓടുന്ന ഒരു കൂട്ടം ജനത്തിന്റെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. നോക്കുക, അനേക പ്രിയപ്പെട്ടവർ സ്തോത്രം ഹല്ലേലൂയ അവരുടെ ജീവിതം എങ്ങനെ കരുപിടിപ്പിക്കാമെന്നോർത്ത് സമ്പാദിക്കുവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർത്ത് വെക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പല സ്തോത്രം മുന്നറിയിപ്പുകളെ അവഗണിച്ചു പോയതിൻ്റെ പരിണിത ഫലം അവരനുഭവിച്ചു കഴിഞ്ഞു. സ്തോത്രം. നമുക്കറിയാം, ഒന്നാമത് സ്തോത്രം അമിതമായിരിക്കുന്ന ഭക്ഷണം, അമിതമായിരിക്കുന്ന ആഹാരം പലർക്കും ബുദ്ധിമുട്ടാക്കി തീർക്കും. സ്തോത്രം. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ബുദ്ധിമുട്ടാക്കി തീർക്കും. സ്തോത്രം. അതുകൊണ്ട് അതിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങൾ പലതും ഉണ്ടാകുന്നു. ഡയബറ്റിക്കും അതുപോലെ തന്നെ BP കൂടുക, അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുക. അതിൻ്റെ അനന്തരഫലമായുള്ള പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? നടക്കുവാനും വ്യായാമം ചെയ്യുവാനും ഭക്ഷണ ക്രമീകരണം വരുത്തുവാനും തുടങ്ങും. അപ്പോൾ തുടക്കത്തിലെ ഞാൻ ഉൾപ്പെടെ, എന്നെ മാറ്റി നിർത്തിയല്ല, ഞാനും ഉൾപ്പെടെ സ്തോത്രം ഭക്ഷണത്തിൽ സ്തോത്രം ആഹാരക്രമങ്ങൾ സ്തോത്രം നമുക്ക് ബോധിച്ചതുപോലെ കഴിച്ചതിൻ്റെ പരിണിത ഫലം ഇപ്പോൾ പലതും കാണാനേ പറ്റുന്നുള്ളൂ, കഴിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. നോക്കിക്കേ, തുടക്കത്തിലെ ചില മുന്നറിയിപ്പുകളെ അവഗണിച്ചതിൻ്റെ പരിണിത ഫലം ആദ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ അറിയാനുണ്ട്. അപ്പോൾ നോക്കുക, തിരുവചനം പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദൈവവൈതലേ, ഒരു ദൈവവൈതലും മാത്രമല്ല, ലോകത്താകമാനം സകല മാനവരാശിക്കും വേണ്ടി സ്തോത്രം തൻ്റെ ശരീരത്തെ സ്തോത്രം തകർത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയാടായി സ്തോത്രം ബലിയായി തീർന്ന നമ്മുടെ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്തോത്രം ഈ സന്ദേശം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ കാലത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ഒട്ടനവധി പ്രസംഗങ്ങൾ ഈ വാക്യത്തിൽ കേട്ടിരിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ച 1-2 ചിന്തകൾ മാത്രം പറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളുവിൻ. നോക്കിക്കേ, എഫെസ്യ ലേഖനം അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. സ്തോത്രം. 1 മുതൽ 6 വരെ ഉള്ള അധ്യായങ്ങൾ വിവിധമായിരിക്കുന്ന നിലവാരത്തിൽ നമുക്കത് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. ലേഖനങ്ങളിലെ റാണിയാണ് എഫെസ്യ ലേഖനം എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം എഴുത്തുകാരൻ പൗലോസാണ്. സഭയ്ക്കുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് ഈ എഫെസ്യ ലേഖനം. സ്തോത്രം. അല്ലെങ്കിൽ അങ്ങനെ പറയുവാൻ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് 5-6 അധ്യായങ്ങളൊക്കെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതി കാണുന്നു. സ്തോത്രം. ഇതിനെ ഓരോ അധ്യായങ്ങളായി പഠിച്ചാൽ 1-ാം അധ്യായത്തിൽ സഭ ദൈവത്തിൻ്റെ രൂപരേഖയിലും ലക്ഷ്യത്തിലുമായിരിക്കുന്നത് സ്തോത്രം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2-ാം അധ്യായത്തിൽ സഭ ദൈവത്തിൻ്റെ ആലയമെന്ന് സ്തോത്രം ടെമ്പിൾ ഓഫ് ദി ഗോഡ് എന്ന് കാണുന്നു. 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സഭ ഒരു മർമ്മം എന്ന് കാണുന്നു. സ്തോത്രം. 4-ാം അധ്യായത്തിൽ സഭ പുതുമനുഷ്യനെന്ന് സ്തോത്രം സഭയെക്കുറിച്ച് പുതുമനുഷ്യനെക്കുറിച്ച് സ്തോത്രം ഹല്ലേലൂയ കാണുവാൻ സാധിക്കുന്നു. പുതുക്കത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് കാണിക്കുന്നു. 5-ാം അധ്യായം സ്തോത്രം ഹല്ലേലൂയ സഭയെ മണവാട്ടിയായി കാണിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ കാന്തനും മണവാട്ടിയുമായുള്ള ബന്ധത്തെ, മണവാളനും മണവാട്ടിയുമായുള്ള ബന്ധത്തെ കാണിക്കുന്നു. 6-ാം അധ്യായം സ്തോത്രം ഒരു ക്രിസ്തീയ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പടയാളി, സഭ ക്രിസ്തുവിൻ്റെ പടയാളി എന്ന് കാണുന്നു. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിന് ശക്തിപ്പെടുകയും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞ് ആദിയായി സ്തോത്രം രക്ഷയുടെ നീതിയുടെ കവചത്തെയും രക്ഷയുടെ ശിരസ്ത്രത്തെയും ആത്മാവിൻ്റെ വചനമെന്ന വാളും സ്തോത്രം കൈക്കൊള്ളുവാനൊക്കെ പറഞ്ഞ് ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാനൊക്കെ പറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം ഈ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഈ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ഓർക്കുക സ്തോത്രം ഹല്ലേലൂയ നമുക്കുള്ള അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. 1-2 കാര്യങ്ങൾ വേഗത്തിൽ സ്തോത്രം വാക്യത്തിൽ നിന്ന് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. നോക്കണേ, സ്തോത്രം ഹല്ലേലൂയ ഇതൊരു മുന്നറിയിപ്പാണ്. സ്തോത്രം. ഇത് ദുഷ്കാലമാകയാൽ. ഈ കാലം നമുക്കറിയാം, നമ്മളെല്ലാവരും ജീവിക്കുന്ന കാലം വല്ലാത്തൊരു കാലമാണ്. സ്തോത്രം. ഒരു ഭാഗത്ത് മക്കളെ സ്തോത്രം ഒട്ടും സ്നേഹമില്ലാതെ വാത്സല്യമില്ലാതെ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ മാറോട് ചേർത്ത് കിടത്തേണ്ട കുഞ്ഞുങ്ങളെ സ്തോത്രം മാറിൽ നിന്ന് അടർത്തി മാറ്റി
ആമെ വഴിത്തലയ്ക്കലും വഴിമധ്യയും മറ്റു സ്ഥലങ്ങളിലും ആമേ സ്തോത്രം വിൽപ്പന ചരക്കാക്കിയും ആമേ സ്തോത്രം തല്ലിക്കെടുത്തിയും ആമെ വലിച്ചെറിഞ്ഞും കൊന്ന് രസിക്കുന്ന ഒരു ലോകം. ജഡം അവർക്ക് താല്പര്യമായിരിക്കുന്നതിന് വേണ്ടി അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തലമുറകൾ അവർക്കൊരു ആമേ സ്തോത്രം ബുദ്ധിമുട്ടായി അവരുടെ വഴികൾക്ക് തടസ്സമായി തീരുമ്പോൾ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നോക്കണമേ, പക്ഷേ എന്നാൽ ആമേ സ്തോത്രം നഷ്ടപ്പെട്ട തലമുറയെ തിരികെ പ്രാപിക്കുവാൻ ഈ അടുത്ത സമയത്ത് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ സംസാര വിഷയമായിരിക്കുന്ന ഒരു വാത്സല്യ സഹോദരി തൻ്റെ കുഞ്ഞിനെ തിരികെ പിടിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ആമേ സ്തോത്രം ശരണ്യയും അങ്ങനെയുള്ള ഒട്ടനവധി ആളുകളുള്ള ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ ആമേ സ്തോത്രം ഒരു വാത്സല്യ ആമേൻ മാതാവ് തൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ പ്രതിഷേധത്തിൽ നിൽക്കുമ്പോൾ അതിനെ ആമേ സ്തോത്രം കേരളം ഒന്നടങ്കം അത് സ്വാഗതാർഹമായി ആമേൻ അല്ലെങ്കിൽ ഹൃദ്യമായി സ്വീകരിക്കേണ്ടി തരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ആമേ സ്തോത്രം നോക്കിക്കേ, ആമേ സ്തോത്രം വല്ലാത്തൊരു കാലത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. ഈ കാലം ഒരു വല്ലാത്ത കാലമാണ്. ഈ കാലത്ത് ആമേ സ്തോത്രം ഹല്ലേലൂയ ജനമെല്ലാം ആമേ സ്തോത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ആമേ സ്തോത്രം അന്ത്യകാലത്ത് ദുർഘട സമയം വരികയും ആമേ സ്തോത്രം ഹല്ലേലൂയ മനുഷ്യ സ്വസ്നേഹികളും അങ്ങനെ വമ്പു പറയുന്നവരും ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. അപ്പോൾ ഈ കാലം ആമേ സ്തോത്രം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു ആമേ സ്തോത്രം അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. അപ്പോൾ ഇതൊന്ന് ദുഷ്കാലമാണ്. രണ്ടാമത് പറയുന്നു ഇതൊരു അന്ത്യകാലത്തിലേക്കുള്ള യാത്രയാണ്. എന്താണ് ആമേ സ്തോത്രം കർത്താവ് വരുവാൻ സമയമെടുത്തിരിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, ആമേ സ്തോത്രം നോക്കുക, ഈ കാലം വല്ലാത്തൊരു കാലമായിരിക്കാൻ ഇത് ദുഷ്കാലമാകിയാലും അന്ത്യകാലത്തിൻ്റെ അടുത്ത സമയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു കാര്യം ഓർക്കുക, യേശു കർത്താവിൻ്റെ വരവാസന്നമായിരിക്കുന്നു. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആമേ സ്തോത്രം ഫൗണ്ടേഷൻ കെട്ടിയ വീട് ആമെ പൂർത്തീകരിക്കാൻ വേണ്ടി അടുത്ത ലോണിന് വേണ്ടി ഓടുക എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. ഇന്ന് രാത്രിയിൽ ആമെ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താം. ആമേ സ്തോത്രം കൈപ്പണിയല്ലാത്ത ഒരു ആമേ സ്തോത്രം അല്ലല്ലേ കെട്ടിടം, ഒരു വാസയോഗ്യമായിരിക്കുന്ന കെട്ടിടം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ടെന്ന് അരുളി ചെയ്ത് ഞാൻ പോയി വേഗം വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളാമെന്ന് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ വരവിന് ആമേ സ്തോത്രം അല്ലല്ലേ വിളിച്ചറിയിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആമേ സ്തോത്രം അല്ലല്ലേ ഫിലിപ്പി ലേഖനം അതിൻ്റെ ആമേ സ്തോത്രം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം ആമേ സ്തോത്രം വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നത് ആമേ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആമേ സ്തോത്രം 14-15 സ്തോത്രം. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും ബാധവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ തേജസ് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. സ്തോത്രം. നോക്കിക്കേ, അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് പറയുകയാണ്, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ നാം ആയിരിക്കേണ്ടത് അനന്യരും പരമാർത്ഥികളുമായി ജീവന്റെ വചനം സംബന്ധിച്ച്. അപ്പോൾ ദൈവത്തിന്റെ വചനം ജീവിപ്പിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ ആമേ സ്തോത്രം ഹല്ലേലൂയ ഒരു കൊച്ചു ട്രാക്റ്റ് എവിടെയെങ്കിലും ആരെങ്കിലും നീട്ടിപ്പിടിച്ചാൽ അതിനെതിരെ ഒരു ഭാഗത്ത് ആളുകൾ അതെന്തെന്നറിയാനുള്ള വ്യഗ്രതയോടെ, ഇത് അറിഞ്ഞവർ പലരും ആമേ സ്തോത്രം ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയ്ക്ക് കൊണ്ട് നിൽക്കുക. അതുകൊണ്ടാണ് ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ തൂക്കമൊന്നുമില്ലാത്ത, അധികം കനമില്ലാത്ത, ആമേ സ്തോത്രം നീളമില്ലാത്ത, ആമേ സ്തോത്രം ഹല്ലേലൂയ പേപ്പറുകളുടെ അടുക്കുകൾക്ക് ആമേ സ്തോത്രം ഒട്ടനവധി കനമില്ലാത്ത ഈ കൊച്ചു ട്രാക്റ്റ് കാണുമ്പോൾ ആമേ സ്തോത്രം ചിലർക്കൊക്കെ എന്ത് ചെയ്യുക ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇത് വാങ്ങിച്ചവർ പലരും ആമേ സ്തോത്രം ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും എന്ന് പറഞ്ഞാൽ ആമേ സ്തോത്രം അവര് അതിലെഴുതിയിരിക്കുന്ന യേശുവിനെ മുൻനിർത്തി അവരുടെ ജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അവരെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേ സ്തോത്രം വേറൊന്നും കൊണ്ടുമല്ല. ആമേ സ്തോത്രം ആമേ മദ്യപാനത്തിലും വെറുക്കൂത്തുകളിലുമായിരുന്ന ഒരു കൂട്ടം ആളുകൾ ആമേ സ്തോത്രം പിന്തിരിഞ്ഞു വരുവാൻ ഈ വചനം ഇത് ജീവനുള്ള വചനമാണ്. സ്തോത്രം. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനന്യനും പരമാർത്ഥികളുമായി ജീവന്റെ വചനം സംബന്ധിച്ച് ആമേ ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അപ്പോൾ ഇത് ദുഷ്കാലമാകയാൽ വക്രതയുള്ള ആ കോട്ടമുള്ള ആമേ സ്തോത്രം അനീതിയും ആമേ സ്തോത്രം അക്രമവും
നിറഞ്ഞ, അരാജകത്വം നിറഞ്ഞ, ദുർനടപ്പുള്ള ഈ കാലത്തിൽ ആമേൻ സ്തോത്രം ജീവന്റെ വചനം സംബന്ധിച്ച് ജ്യോതിസികളെ പോലെ പ്രകാശിക്കാനാണ് എന്നെയും നിങ്ങളെയും ദൈവം കണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ എന്തിനാ ദൈവമേ എന്നെ വിളിച്ചിരിക്കുന്നത്, എന്തിനാ എന്നെ കർത്താവെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചേ എന്ന് ചോദിക്കുമ്പോൾ നിനക്കുള്ളൊരു ഉത്തരം, ജീവന്റെ വചനം സംബന്ധിച്ച് വക്രതയുള്ളവരുടെ നടുവിൽ, കോട്ടമുള്ളവരുടെ നടുവിൽ ആമേൻ ജീവന്റെ വചനം സംബന്ധിച്ച് വിശ്വസ്തയോടെ, നേരോടെ, ദൈവകൃപയോടെ നിലനിൽക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? ജ്യോതിസികളെ പോലെ, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാനാ ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഈ ഡിസംബർ മാസം 25-ാം തീയതി ആകുമ്പോൾ മാത്രം തൂക്കിടുന്ന നക്ഷത്രവാങ്ങനല്ല, എല്ലാ കാലത്തും എല്ലാ സമയത്തും ആമേൻ സ്തോത്രം ജ്യോതിസികളെ പോലെ പ്രകാശിക്കുവാൻ എന്നെയും നിന്നെയും തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം. അതുകൊണ്ട് ഈ കാലം ദുഷ്കാലമായിരിക്കുമ്പോൾ പൗലോസ് ആമേൻ സ്തോത്രം അവിടെ 1-2 ആമേൻ സ്തോത്രം വേദഭാഗങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്. ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ സ്തോത്രം 5-ാം അധ്യായത്തിന്റെ ആമേൻ സ്തോത്രം 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ എഫെസ്യ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. സ്തോത്രം. സ്തോത്രം. നോക്കിക്കേ, അടുത്ത ഒരു മുന്നറിയിപ്പ് പറയുകയാണ്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൂടി. എന്തിനാണ് സമയം തക്കത്തിന് ഉപയോഗിക്കേണ്ടത്? സ്തോത്രം. ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിന് ഉപയോഗിക്കാൻ പറയും. എന്തിനു വേണ്ടി? കർത്താവിന്റെ ഇഷ്ടം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ഈ ലോകത്തിൽ ആമേൻ എന്നെ തെരഞ്ഞെടുത്തത്, എന്നെ കൊണ്ടുവന്നത്? ആമേൻ ദൈവവചനം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തുന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തുന്നു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്നും കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വെറുതെ അല്ല നമ്മെ തെരഞ്ഞെടുത്തത്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളെ തെരഞ്ഞെടുത്തതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഒരു പക്ഷേ ഈ ലൈവ് കാണുമ്പോൾ വളരെ പ്രയാസത്തോടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ആമേ ബുദ്ധിമുട്ടി ഭാരത്തോടെ ഇരിക്കുന്ന വിഷയത്തിനകത്ത് ഇനി ആരാ എനിക്ക് ഇതിനൊരു മറുപടി തരുന്നതെന്ന് ഓർത്ത് വേദനപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഓർക്കുക, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് മറുപടി തരും. കാരണം വചനം പറയുന്നു, ആമേ സ്തോത്രം, സമയം തക്കത്തിന് ഉപയോഗിക്കുവാൻ. എന്തിനു വേണ്ടി? ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളാൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? ദൈവത്തിന്റെ ഇഷ്ടം വചനം പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആമേ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. എന്തിനു വേണ്ടി? ഇന്നലകളിലെ പാപമംഗലമായിരിക്കുന്ന ജീവിതത്തിൽ നിന്നും ആമേ സ്തോത്രം ഹല്ലേലൂയ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ യേശു കർത്താവ് ആമേൻ സ്തോത്രം ഈ ഭൂമിയിൽ ഭൂജാതനായി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. എന്തിനാണ് ആമേ ഹല്ലേലൂയ ആമേ തൻ്റെ ശരീരത്തിൽ മുറിവുകളേറ്റത്? എന്തിനാണ് ആമേ സ്തോത്രം വിധിക്കപ്പെടുവാൻ കോടതികളിൽ മാറി മാറി നടന്നത്? ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന് പരിഹാരമായി എൻ്റെ യേശു ക്രൂശിലേറിയത് ആമേ കർത്താവ് ആമേ സ്തോത്രം ഹല്ലേലൂയ കുരിശല്ല രക്ഷ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലാണ് രക്ഷ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലാണ് വിടുതലിരിക്കുന്നത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ഓർക്കുക, നിങ്ങൾക്ക് ആമേ സ്തോത്രം ഇത് ദുഷ്കാലമാണ്. ബുദ്ധിഹീനരാ ാകാതെ ദൈവത്തിന്റെ ഇഷ്ടം ഗ്രഹിക്കാൻ. ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ ഇഷ്ടം. നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുക. അതിനുവേണ്ടി ഒരു കുന്നും മലയും ചവിട്ടണ്ട, ഒരു ആനെ തിരിയും തെളിക്കണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ ഒരു കാര്യം, ഇരിക്കുന്നിടത്ത് ഇത്രയും പറയുക, യേശുവേ അങ്ങൻ്റെ കർത്താവായി, അങ്ങൻ്റെ രക്ഷകനായി എൻ്റെ ഹൃദയത്തിൽ വരണം. എൻ്റെ ഹൃദയത്തെ മതിക്കുന്ന, എൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന അനവധി വിഷയമുണ്ട്. നോക്കിക്കുക, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആമേൻ വിദ്യാഭ്യാസത്തിന് ആമേ സ്വത്രം ഹല്ലേലൂയ ഈ കഴിഞ്ഞ ദിവസം വരെയും ഉണ്ടായിരുന്ന ആമേ മാനദണ്ഡങ്ങളെല്ലാം മാറി. കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറക്കാൻ തുടങ്ങുന്നു. അടുത്തത് +2 +1 വിദ്യാർത്ഥികൾക്കൊക്കെ ക്ലാസ് തുടങ്ങി. +1 അഡ്മിഷന് വേണ്ടി തുടങ്ങുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തൊക്കെ ഭാരപ്പെടുവാനില്ല. ഇന്ന് രാത്രിയിൽ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇതിൻ്റെ നടുവിൽ നമ്മളെ ഇത്രത്തോളം നടത്തിയില്ലേ? സ്വർഗത്തിലെ ദൈവം നമ്മെ കരുതിയില്ലേ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആമേ സ്വത്രം നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ, നിങ്ങൾക്ക് വേണ്ടി ആമേ നിങ്ങളെ നടത്തുവാൻ കഴിവുള്ളൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ രാത്രിയിൽ അതുകൊണ്ട് അധൈര്യപ്പെടരുത്, അധൈര്യപ്പെട്ടു പോകരുത്. ആമേ സ്തോത്രം ഹല്ലേലൂയ. ബുദ്ധിഹീനരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ച് എന്തിനു വേണ്ടി ആമേ സ്വത്രം ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. അതിന് ഇത്രയേ ഉള്ളൂ. ഇരിക്കുന്നിടത്ത് യേശു കർത്താവേ, ഞാൻ ഒരു പാപിയാണ്, എൻ്റെ കർത്താവേ അങ്ങൻ്റെ രക്ഷകനാണ്, അങ്ങൻ്റെ കർത്താവായി എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. ഇങ്ങനെ പറഞ്ഞ് ഒന്ന് സമർപ്പിച്ച്
കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനായി വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേ സ്തോത്രം. ഓർക്കുക, കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് ആമേ സ്തോത്രം ചീന്തിയ രക്തം നമ്മുടെ പാപത്തെ പോക്കുന്നതാകയാൽ ആമേൻ വചനം വിളിച്ചു പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കുന്നു. നീ എത്ര വലിയ പാപിയായിരുന്നെങ്കിലും ആയിരിക്കുന്നുവെങ്കിലും സ്വർഗത്തിലെ ദൈവം ആമേ തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ചീന്തുവാനിടയായി തന്നത് നമ്മുടെ പാപത്തെ ആമേ സ്തോത്രം വിടുവിക്കുവാൻ, പാപമംഗുലമായ അനുഭവത്തിൽ നമ്മെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ യേശുവിനെ കൈക്കൊണ്ട്, യേശുവിനെ ആമേ ഹല്ലേലൂയ വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. ആമേ സ്തോത്രം പറയുന്നു, ആമേ ഹല്ലേലൂയ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. മക്കളെങ്കിലും അവകാശികളാകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവമക്കളാകാൻ അധികാരം തന്നിരിക്കുന്നത് ഇവിടെ ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേൻ അനേകർക്ക് മറ്റ് ആമേ ഹല്ലേലൂയ ഇത് ചെയ്തെങ്കിൽ മാത്രമേ മറ്റ് ഇതര കാര്യങ്ങൾ അല്ലെങ്കിൽ ആമേ സ്തോത്രം ഓരോ കാര്യങ്ങൾ അടുത്ത് ചെയ്തെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇന്ന് രാത്രി ഇരിക്കുന്നിടത്ത് പറയും, കർത്താവേ എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമായി അങ്ങ് വരണം. ആ കർത്താവിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായ സ്തോത്രം. നോക്കുക, ആ മേഖലയിൽ ഈ യേശു കർത്താവ് നിൻ്റെ ഹൃദയത്തിൽ വാഴും. ആ മേഖലയിൽ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇന്ന് രാത്രിയിൽ വേദനപ്പെടുന്ന സമാധാനമില്ലാത്ത വിഷയത്തിൽ ശാന്തമായിട്ട് പറയട്ടെ, ക്രിസ്തു യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുവോ, എത്ര ആമേ പ്രയാസഘട്ടത്തിലൂടെ കടന്നു പോകുന്നുവോ, ഇന്ന് രാത്രിയിൽ കർത്താവായ യേശുവിൻ്റെ ആമേ സ്തോത്രം സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. നോക്കണേ, ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം. ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളണം. എന്നിട്ട് പറഞ്ഞു, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. ആമേ സ്തോത്രം. എന്നിട്ട് പറയുന്നത്, അതിനു മുമ്പ് പറയുകയാണ് ആമേ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുക. അപ്പം അജ്ഞതയുള്ള അറിവില്ലാത്ത അജ്ഞാനികളായിരിക്കുന്നവർ പലതിലും അറിവുണ്ടായിട്ടും സ്തോത്രം. ഇപ്പോൾ ഈ കൊറോണയുടെ കാലഘട്ടമാണ്. കൊറോണ കാലഘട്ടത്ത് നമ്മൾ ആമൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കീപ് ഡിസ്റ്റൻസ്. ആമേ സ്തോത്രം അല്ലെങ്കിൽ മാസ്ക് ധരിക്കുക. ആമേ സ്തോത്രം സാനിറ്റൈസർ ഉപയോഗിക്കുക. ആമേ ഹല്ലേലൂയ. എവിടെയും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, അകലം, സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ഉപയോഗിക്കുക, ശരിയായ രീതിയിൽ മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, കൈകൾ സോപ്പിട്ട് കഴുകുക. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഓർക്കുക, ആമേ സ്തോത്രം ജ്ഞാനികളായിരിക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിട്ടും അത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ആമേ സ്തോത്രം അതിന് ശിക്ഷയുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ ശിക്ഷയുണ്ട്. പക്ഷേ ആമേ സ്തോത്രം ആ മുന്നറിയിപ്പുകളെ പരിഗണിക്കാൻ തയ്യാറായാൽ അതിന് രക്ഷയുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേ സ്തോത്രം ഇവിടെ പറയുന്ന സാമൂഹ്യ അകലം പാലിച്ച് സാനിറ്റൈസർ ഉപയോഗിച്ച് ആമേ സ്തോത്രം അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക് ആരും പിഴ ചുമത്തത്തില്ല, ആരും നമ്മുടെ മേൽ എന്ത് ചെയ്യത്തില്ല, ആമേ സ്തോത്രം കുറ്റം ആമേൻ ആരോപിക്കത്തില്ല. പക്ഷെ നമ്മൾ ശരിയാവണ്ണം അത് ധരിച്ച് നടക്കുമ്പോൾ അവരൊക്കെയും ആമേ സ്തോത്രം ആരും നമ്മളോടൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മളത് ചെയ്യാതിരുന്നാൽ മറ്റുള്ളവർക്കാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടൊരു കാഴ്ചയുണ്ട്. ആമേ സ്തോത്രം ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു സഹോദരൻ വാഹനത്തിലിരിക്കുന്നു. അദ്ദേഹം മാസ്ക് ശരിയാകാതെ ധരിക്കാതിരിക്കുമ്പോൾ ആമേ സ്തോത്രം ആ KSRTC ബസ് സ്റ്റാൻഡിലെ ആമേ സ്തോത്രം അധികാരിയായിരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ആമേ സ്തോത്രം സെക്യൂരിറ്റി അദ്ദേഹം വന്നിട്ട് പറയുന്നു, ശരിയാവണ്ണം മാസ്ക് ധരിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടത് അവഗണിച്ചത് കൊണ്ട് വേഗത്തിൽ അവിടെ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അകത്ത് കയറി, ആ വാഹനത്തിനകത്ത് കയറിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വാഹനത്തിൽ തുടർന്ന് യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ ശരിയാവണ്ണം മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞാൽ സ്തോത്രം മാസ്ക് മുഖ്യമായിരിക്കുന്നത് പോലെ തന്നെയാണ് ഇന്ന് രാത്രിയിൽ ക്രിസ്തുയേശുവിൻ്റെ രക്ഷ നിൻ്റെ ജീവിതത്തിൽ മുഖ്യമായി തീരേണ്ടത്. കാരണം രക്ഷപ്പെട്ടില്ല എങ്കിൽ ശിക്ഷയ്ക്ക് കാരണമാകും. ആമേൻ ഹല്ലേലൂയ. കർത്താവ് താൻ വേഗത്തിൽ വരുവാൻ, കർത്താവ് താൻ ഗംഭീരനാളത്തോടെ കാഹളത്തിൻ്റെ തുടിയോടെ വെളിപ്പെടുവാൻ കാലമായി. പ്രിയരെ, ഇത് ദുഷ്കാലമാണ്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നാം ആയിരിക്കുന്നത്. പക്ഷേ നാം പരമാർത്ഥികളും അന്യരും പരമാർത്ഥികളുമായി ജീവൻ്റെ വചനം സംബന്ധിച്ച് ജ്യോതിസുകളെ പോലെ ആമേൻ സ്തോത്രം പ്രകാശിക്കേണ്ട സമയമാണ്. ആമേൻ. അതുകൊണ്ട് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുന്നത്, ആമേൻ സ്തോത്രം എല്ലാറ്റിനും വേണ്ടി ആമേൻ സ്തോത്രം എന്ത് ചെയ്യണം? ആമേൻ പിതാവായ ദൈവത്തിന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് രാത്രി കാണുവാൻ ആമേൻ ദൈവം നമുക്ക് അവസരം നൽകി. ആമേൻ സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി കരയറ്റുവാൻ, സ്തോത്രം ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ. അടുത്ത വാക്യം 22-ാം വാക്യം കൂടെ വായിച്ചു നിർത്തട്ടെ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവാൻ. ഈ 3-4-5 കാര്യം പറഞ്ഞത് ഇതൊരു മുന്നറിയിപ്പുകളാണ്.
അതുകൊണ്ട് ഇന്ന് രാത്രിയും ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്, മുന്നറിയിപ്പുകളെ തള്ളിക്കളയരുത്. ഈ മുന്നറിയിപ്പുകൾ പാലിക്കുവാൻ തയ്യാറായാൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി കാഹളം ധരിക്കുമ്പോൾ ആമെ മരിച്ചവർ അക്ഷരായിട്ട് ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. ആമെ സ്വത്രം മേഘങ്ങളിൽ എടുക്കപ്പെടുവാനിടയായിത്തരും. അങ്ങനെയാണെങ്കിൽ ആ സന്നഭാവിയിൽ വെളിപ്പെടുവാൻ ആമെ സ്വത്രം ഹല്ലേലൂയ ഈ ഭൂലോകം കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിഭാസം, വലിയൊരു സംഭവം ആമെ സ്വത്രം വെളിപ്പെടുവാൻ കാലമായി. അതിനുവേണ്ടി ഒരുങ്ങാം, അതിനായി നമുക്ക് ഒരുങ്ങാം. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുന്നത് വേദനപ്പെടുന്ന അനുഭവത്തിലായിരിക്കാം. വേദനപ്പെട്ടുകൊണ്ട് കേൾക്കുമ്പോഴും ഇന്ന് രാത്രി നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സമയം ആമേ സ്വത്രം മോശമായിരിക്കാം. ഹല്ലേലൂയ. നമ്മളല്ലാതാണല്ലോ പറയുന്നത്, ഇതെൻ്റെ വിധിയാണ്, ഇതെൻ്റെ സമയദോഷമാണ്. സ്വത്രം. യോബ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രം, എൻ്റെ കണ്ണിന് നന്മ കാണത്തില്ല. പക്ഷേ ശുഹനായ ബിൽദാദ് അദ്ദേഹത്തോട് പറയുക, നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി, ആമേ സ്വത്രം ഭക്തിക്ക് വേണ്ടി മുറുകെ നിന്ന ആ ദൈവഭക്തൻ അവനൊടുവിൽ കാണുന്ന ഇങ്ങനെയാണ്, അദ്ദേഹം തൻ്റെ സൗഹൃദങ്ങൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ സ്ഥിതിക്ക് ഭേദം വന്നു. കാരണം ആമേ ഹല്ലേലൂയ താൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാലും ഞാൻ സ്തോത്രം എൻ്റെ പ്രിയനെ കാണും, അന്യനല്ല സ്വന്തം കണ്ണാൻ എൻ്റെ പ്രിയനെ കാണും. നമുക്കൊരു പാട്ടുണ്ട്, അന്യനല്ല ആമേ സ്വത്രം സ്വന്തം കണ്ണാൻ, ആമേ ഹല്ലേലൂയ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൻ ആമേ സ്വത്രം തൻ്റെ മുഖം കണ്ടിടും. പ്രൈസലോ. അതിനകത്ത് അവൻ ഒടുവിൽ ഒരു വരിയുണ്ട്, എൻ ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ല അത് നിശ്ചയം കാണും എൻ മണാലനെ. ആമേ സ്വത്രം ഇങ്ങനെയാണ്, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ല അതു നിശ്ചയം കാണുമെൻ മണാളനെ. വ്യർത്ഥമല്ല അതു നിശ്ചയം വേഗം കാണുമെൻ മണാളനെ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയും പ്രഭാതമേ. ഇന്ന് രാത്രി പ്രിയ സ്നേഹിതരെ, നമ്മുടെ ഓട്ടവും ആമേഖല നാം കാത്തതായിരിക്കുന്ന വിശ്വാസം വ്യർത്ഥമല്ല, നമ്മുടെ പ്രിയന്റെ വരവാസനമായിരിക്കാൻ. ഇന്ന് രാത്രിയിൽ നമുക്കൊരുങ്ങാം. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, ഈ ലൈവ് കാണുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന, ഇനി തുടർന്ന് കാണുന്നതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണം. ഭാരമേറിയ വിഷയങ്ങളുടെ മേൽ കർത്താവെ നീ അവരെ വിടിവിക്കണമേ. കർത്താവ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മറുപടി കൊടുക്കണമേ. ഈ കൊറോണയുടെ കാലത്ത് കടഭാരത്താലും പ്രയാസത്താലും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഓർത്ത് ഭാരപ്പെടുന്ന, അവരുടെ സ്കൂളിലേക്കുള്ള പോക്കിന് വേണ്ടി ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുതുവഴികളെ ദൈവം തുറക്കണമേ, കർത്താവിൻ്റെ കരം ചലിക്കണമേ, കർത്താവിൻ്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയാലും നന്മകളാലും ദൈവം നിറയ്ക്കണമേ. ഈ ലൈവിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണം. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റിൻ്റെ മുഴുവൻ അംഗങ്ങളെയും ഇതിൻ്റെ കർത്താവെ ആമേ ഹല്ലേലൂയ സ്തോത്രം മുഖ്യ രക്ഷാധികാരിയായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായിരിക്കുന്ന പാസ്റ്റർ അനീഷ് വല്ലനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ ഷെയർ ചെയ്താൽ ഈ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പ് പ്രയർ സപ്പോർട്ട് ചെയ്യുന്നതുണ്ട്. ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യം, ഇതുവരെ ആമെ പരിചയപ്പെട്ടിട്ടില്ലാത്ത പല ഗ്രൂപ്പുകളിലും കണ്ടിട്ടില്ലാത്തൊരു കാര്യം, തുടർമാനമായി എല്ലാ രാത്രികളിലും 10 മണിക്ക് ആമെ പ്രത്യേകമായി ആമെ സ്വത്രം 10-60ഓളം വിഷയം അല്ല 100ഓളം വിഷയം വന്നാലും പ്രാർത്ഥിക്കുന്ന കാണുവാനിടയിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്താൽ കർത്താവിൻ്റെ ദാസൻ ഇതിൻ്റെ അഡ്മിനെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായിട്ട് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ആമേ സ്വത്രം ഒരു നല്ല ആമേ രാത്രി ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.